ഇന്നത്തെ യാത്ര മലയാള സിനിമയിലെ പുതിയ താരോദയം, മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പുതിയ താരോദയം അമിതാഭ് ബൈജുവിൻ്റെ നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. കിടങ്ങൂരാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ കോട്ടയം ബേക്കർ ജംഗ്ഷനിലാണ്. അങ്ങനെ ഫൈനലി ഞാൻ ഇരാറ്റുപേട്ട ബസ്സിൽ കയറി. ഇരാറ്റുപേട്ടയോ പാലാവോ ബസ്സിലോ കയറിയാൽ മതി. എല്ലാം കിടങ്ങൂർ വഴിയാണ് പോകുന്നത്. കിടങ്ങൂറാണ് അമിതാഭ് ബൈജുവിൻ്റെ നാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് 17 കിലോമീറ്ററാണ് കിടങ്ങൂരിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അരമണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. ബ്ലോക്കും അനുസരിച്ച് അതെല്ലാം മാറാം. ഇത് നാഗമ്പടം പാലമാണ്, പുതിയ പാലമാണ്. നേരത്തെ പഴയ പാലമായിരുന്നു, ഇത് പൊളിച്ചിട്ട് പണിത പുതിയൊരു പാലമാണിത്. പഴയ പാലത്തിന് ഭയങ്കര ശക്തിയുള്ളൊരു പാലമായിരുന്നു. രണ്ട് സ്ഫോടനങ്ങൾ നടത്തിയിട്ട് പോലും പൊളിയാത്തൊരു പാലമായിരുന്നു പഴയ പാലം. ഇതിൻ്റെ അടിയിലൂടെയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. വലത് സൈഡിലാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. KSRTCയിൽ അമിതാഭ് ബൈജുവിൻ്റെ നാട്ടിലേക്കൊരു യാത്ര, അതാണ് ഇന്നത്തെ യാത്ര. അമിതാഭ് ബൈജുവിൻ്റെ 10 കൊല്ലം മുമ്പാണ് അമിതാഭ് ബൈജു സിനിമയെ വരുന്നത്. ഈ അടുത്ത ദിവസം ഇറങ്ങിയ 3 സിനിമയിലാണ് അമിതാഭ് ബൈജു നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സിനിമ ജനനായകൻ, പിന്നെ സൂര്യയുടെ പടം, ഇന്ന് റിലീസായ സൂര്യയുടെ സിനിമ വിശ്വനാഥൻ സൺസ്, ഇനി അടുത്ത ദിവസം റിലീസാകാൻ പോകുന്ന നിവിൻ സിനിമ, എത്ര സിനിമ, ഒരുപാട് സിനിമകൾ. നമുക്ക് കോട്ടയംകാർക്കൊരു അഭിമാനമാണ് അമിതാഭ് ബൈജു. അങ്ങനെ നമ്മൾ മീനച്ചിൽ പാലത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. മീനച്ചിൽ നദിയാണ് ഈ കാണുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു ഫേമസ് പുഴയാണ് മീനച്ചിൽ ആറ്. അരുന്ധതി റോയുടെ കഥകളിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് മീനച്ചിലാറ്. കവണാർ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന നദിയാണ് മീനച്ചിലാറ്. ഇതാണ് നാഗമ്പടം ടൗണ്. റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് ഇറങ്ങുന്നത് സാധാരണ. അങ്ങനെ ബസ് അമിതാഭ് ബൈജുവിൻ്റെ നാട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതാണ് ഓക്സിജൻ അല്ല MyG. അങ്ങനെ നമ്മുടെ ബസ് കാരിത്താസ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഫേമസ് ഹോസ്പിറ്റലാണ് കാരിത്താസ് ഹോസ്പിറ്റൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2 കാരിത്താസ് ഹോസ്പിറ്റലാണ്. ഒന്ന് നേരത്തെ മാതാ ഹോസ്പിറ്റൽ കാരിത്താസ് ഏറ്റെടുത്ത് ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ഇപ്പോൾ 2 കാരിത്താസ് ഹോസ്പിറ്റലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 3 ഹോസ്പിറ്റലുണ്ട്. വേറെ ഒരു മിറ്റര എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലും കൂടെ ഉണ്ട്. കാരിത്താസിൻ്റെ 2 ഹോസ്പിറ്റലും പിന്നെ മിറ്റര എന്ന് പറഞ്ഞ വേറൊരു ഹോസ്പിറ്റലും, അങ്ങനെ മൊത്തം 3 ഹോസ്പിറ്റൽ. ഇതാണ് നാട്ടകം സുരേഷിൻ്റെ MLA നാട്ടകം സുരേഷിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഓഫീസൊന്നും കാണുന്നില്ല, ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. ഭയങ്കര ബ്ലോക്ക്. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ബ്ലോക്കാണ്. ഇത് ഷൂട്ട് ചെയ്യുന്നത് 14-ാം തീയതിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ബ്ലോക്കാണ്. സാധാരണ ഈ സൈഡിലൊന്നും ബ്ലോക്ക് കാണുന്നതല്ല.
മമിത ബൈജുവിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് സംശയം. പുള്ളിക്കാരി ഷൂട്ടിങ്ങിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റുമാനൂർ കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. ഏറ്റുമാനൂരാണ് നമ്മുടെ ഒരു ബ്ലോക്കിൻ്റെ ഒരു സംഭവം വരുന്നത്. ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു ടൗണാണ് ഏറ്റുമാനൂർ. ഇപ്പോൾ എപ്പോൾ വന്നാലും ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കുള്ള ഏക ടൗണാണ് ഏറ്റുമാനൂർ. നമ്മുടെ ഫ്രണ്ടിലൊരു എറണാകുളം വണ്ടി പോവുകയാണ്. സൂപ്പർ ഫാസ്റ്റാണ്. നമ്മൾ ആ ബസ്സിൻ്റെ പുറകെ പോവുകയാണ്. ഇത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വണ്ടി ഷോർട്ട് കട്ട് കയറിയാണ് പോകുന്നത്. സാധാരണ ഈ വണ്ടി ഈ റോഡിലൂടെ അങ്ങനെ ബസ് അങ്ങനെ പോകാറില്ലാത്തതാണ്. നമ്മളങ്ങനെ മെയിൻ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയത്തിലെ ഒരു ഫേമസ് ക്ഷേത്രമാണ്. ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചുതരാം. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ വണ്ടി പോകുന്നത്. അങ്ങനെ ഏറ്റുമാനൂർ ടൗണിലോട്ട് നമ്മുടെ വണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നും റോഡിന് വീതിയില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഈ ഇടത് സൈഡിൽ കാണുന്ന വഴി കൂടെയാണ് മെഡിക്കൽ കോളേജിലേക്കും യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ്, ഏറ്റുമാനൂർ കോടതി, ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പോകുന്ന വഴി ഈ ഇടത് കാണുന്ന വഴിയാണ്. നേരെ കാണുന്ന വഴിയാണ് എറണാകുളം MC റോഡാണത്. എറണാകുളം, തൃശ്ശൂർ, വടക്കോട്ട് പോകേണ്ടതെല്ലാം നേരെയുള്ള റൂട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇരാറ്റുപേട്ട, പാലാ റൂട്ടിലോട്ട് പോകും. നമുക്കവിടെ ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആംബുലൻസ്, പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ആംബുലൻസിനൊക്കെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതെന്ന്. ഇത് കാലി ആംബുലൻസാണ്. ആ വഴിയാണ് എറണാകുളം പോകുന്ന വഴി. നമ്മൾ ഇവിടുന്ന് ഇരാറ്റുപേട്ട ലക്ഷ്യമാക്കി പോവുകയാണ് നമ്മുടെ ബസ്. ഒരു VHS സ്കൂള് കാണാം. ഇവിടെ എല്ലാം കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് ഏറ്റുമാനൂർ ഏറ്റവും വലിയൊരു പോരായ്മ. ഇതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ ഒരു ഫേമസ് അമ്പലമാണ്. ഏറ്റുമാനൂർ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും വരുന്നില്ല. എന്ന സംഭവം അറിയത്തില്ല. ഏറ്റുമാനൂർ പണ്ടും ഇന്നും ഒരേപോലെ തന്നെ. ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മമിത ബൈജുവിൻ്റെ നാട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. ഇനി അടുത്ത ടൗണാണ് കിടങ്ങൂർ. കിടങ്ങൂർ കഴിഞ്ഞാൽ പിന്നെ മുത്തോലി കഴിഞ്ഞാൽ പിന്നെ പാല കഴിഞ്ഞാൽ പിന്നെ ഇരാറ്റുപേട്ട, അങ്ങനെ പോകും. പിന്നെ തൊടുപുഴ, അങ്ങനെ പോകും. ജില്ലകൾ മാറും. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മമിത ബൈജുവിൻ്റെ നാട്ടിലെത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം കിടങ്ങൂരിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പുതിയൊരു ഹോട്ടൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കാണിച്ചു തരാം. പുതിയൊരു ഹോട്ടലാണ്. ഈ സൈഡിലൊക്കെ നല്ല തണലുണ്ട്. ഒരു വെറൈറ്റി രീതിയാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു അനുഭവപ്പെടുന്നത്. കരിക്ക് കച്ചവടക്കാരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കിടങ്ങൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ ആ വലിയ ഹോട്ടൽ ഈ അടുത്ത കാലത്ത് പണിത ഹോട്ടലാണിത്. നേരത്തെ ഇവിടെ വേറൊരു ഫാക്ടറി ആയിരുന്നു. അതിൻ്റെ പുകക്കുഴലാണ് അതേപടി അവർ നിർത്തിയേക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഹോട്ടൽ. ഇത് ഹോട്ടലാണോ കൺവെൻഷൻ സെൻ്റർ ആണോ എന്ന് അറിയത്തില്ല. എന്നാലും നല്ല രസമുണ്ട്. നല്ല ലുക്കുള്ളൊരു സംഭവമാണ് കാണാൻ. നമ്മുടെ വണ്ടി അങ്ങനെ കിടങ്ങൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ ഫൈനൽ നമ്മൾ കിടങ്ങൂർ എത്തിയിരിക്കുകയാണ്. ഇതാണ് കിടങ്ങൂരിലെ ഒരു ഫേമസ് പള്ളി, ക്രിസ്ത്യൻ പള്ളി. മമിത ബൈജു ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു പള്ളിയാണിത്. നമ്മൾ അങ്ങനെ കിടങ്ങൂരിലൂടെ യാത്ര ചെയ്യുകയാണ്. മമിത ബൈജു ഇതിലൂടെ എല്ലാം ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു LP സ്കൂളാണ്. മമിത ബൈജു ഇവിടെ പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതാണ് കിടങ്ങൂർ ബസ് സ്റ്റോപ്പ്. പാല, ഇരാറ്റുപേട്ട ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്. നമ്മുടെ വലത് സൈഡിലാണ് കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.
നമ്മളങ്ങനെ മമിത ബൈജുവിൻ്റെ നാട്ടിലൂടെയുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മമിത ബൈജു ജനിച്ചു വളർന്ന മമിത ബൈജുവിൻ്റെ നാട് കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ പാൻ ഇന്ത്യൻ നടിയാണ് മമിത ബൈജു. നമ്മളങ്ങനെ മമിത ബൈജുവിൻ്റെ നാട്ടിലോട്ടുള്ള യാത്രയിലൂടെയാണ്. ഈ കാണുന്ന പെട്രോൾ പമ്പിലാണ് മമിത ബൈജു പെട്രോൾ അടിക്കുന്നത്. മമിത ബൈജു പെട്രോൾ അടിക്കുന്ന പെട്രോൾ പമ്പ്. അങ്ങനെ നമ്മൾ കിടങ്ങൂരിനോട് വിട പറയുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നെൽപ്പാടങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പോലീസ് ചെക്കിങ്. നമ്മൾ നെൽപ്പാടം കാണുന്ന ഏക സ്ഥലം കിടങ്ങൂരാണ്. അങ്ങനെ നമ്മൾ മമിത ബൈജുവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. പോകുന്ന വഴിക്കെല്ലാം ചട്ടി വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നെൽപ്പാടങ്ങൾ.